ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൂച്ചെടിയെക്കുറിച്ചുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഈ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആരെങ്കിലും ഇനി കാണാതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാനാണ് ഞാൻ ഈ ഷോട്ട് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു ചെടിയാണ്, നിങ്ങൾക്കറിയാമല്ലോ ഏതാണെന്നുള്ളത്. ഗ്ലാഡിയോലസ് എന്നാണ് ആ ചെടിയുടെ പേര്. സത്യത്തിൽ ഇവനൊരു പരദേശിയാണ്. എന്നാൽ അത്തരം പരദേശികൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗാർഡൻ സ്പേസുകളൊക്കെ ഇപ്പോൾ പരദേശികളായ ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് നമ്മുടെ ഗ്ലാഡിയോലസ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പല കളറിലുള്ള ഗ്ലാഡിയോലസ് പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് നമ്മൾ ഇൻഡോർ ഡെക്കറേഷനൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇൻഡോറിൽ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ സ്പൈക്സ് ഒടിച്ചെടുത്തിട്ട് ഇൻഡോർ പോട്ടുകളിൽ ഒരു ഫ്ലവർ വേസിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വാട്ടറിലിട്ടിട്ടും നമുക്കതിനെ അങ്ങനെ ഭംഗിയാക്കി ഇൻഡോറിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും കൊമേഴ്സ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, ഒരു ഡെക്കറേറ്റീവ് ഫ്ലവറാണ്, ഒരു ലില്ലി വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.